കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന ഇരട്ടത്താപ്പ് മറനീക്കി പുറത്തുവരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്ന ആവശ്യത്തോടൊപ്പം നിൽക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിനോ ഛത്തീസ്ഗഡിലെ PCCക്കോ താല്പര്യമില്ലാത്തതാണ് കേരളത്തെ നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഇന്നലെ ശ്രീകാന്ത് ഛത്തീസ്ഗഡ് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം ജനം TV-യിലൂടെ പുറത്തുവിട്ടിരുന്നു. അതായത് അവർക്ക് ഒരു പ്രശ്നവുമില്ല, മതപരിവർത്തനമൊക്കെ നിയമപരിധിക്ക് അപ്പുറത്ത് നിന്നാണെങ്കിൽ അതൊക്കെ തടയണം എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട് താനും, അവർക്കിത് ബോധ്യപ്പെടുന്നില്ലല്ലോ. KPCC പ്രസിഡന്റ് വീണ്ടും അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്നു, അതായത് ഛത്തീസ്ഗഡിലേക്ക് പോകാനിരിക്കുന്നു. ഈ വിഷയത്തിൽ വിദ്വേഷ പ്രചരണം, വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. കേരളത്തിലെ കോൺഗ്രസ് വലിയൊരളവിൽ പ്രതിരോധത്തിലല്ലേ? തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന് നമുക്ക് ആദ്യഘട്ടം മുതൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയ പ്രതിഷേധത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിൽ നിന്നൊക്കെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള MP-മാർ പങ്കെടുത്തിരുന്നില്ല, അവർ മാറി നിൽക്കുകയായിരുന്നു. അത് പല ഘട്ടങ്ങളിൽ കേരളത്തിലെ BJP നേതാക്കന്മാർ പ്രതികരണം നടത്തുമ്പോൾ അത് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. 2021 ഈ 4 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവം, അത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡ് ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം ചൂണ്ടിക്കാട്ടി ഒരു 4 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നതും അത് പിന്നീട് കോടതി ഉൾപ്പെടെ പോകുന്ന ഒരു കേസുമായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലും സമാനമായ സംഭവത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും തൃശ്ശൂരിൽ അത് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ, അതായത് നിർബന്ധിത മതപരിവർത്തനം പോലുള്ള പ്രശ്നങ്ങൾ ഛത്തീസ്ഗഡിൽ നിരന്തരമായിട്ട് അല്ലെങ്കിൽ നോർത്തിൽ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് ഇത്തരത്തിൽ കേസാവുകയൊക്കെ ചെയ്തത്. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം കോൺഗ്രസ് ഒരു നിലപാട്, അത് കേരളത്തിലൊരു ഇരട്ടത്താപ്പ് നയമാണ് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് KPCC ആ കാര്യത്തിലെടുക്കുന്ന നയങ്ങൾ, അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രതിഷേധ പരിപാടികൾ, അതൊക്കെ ഒരു ഘട്ടത്തിൽ പറയുകയാണ് കേരളത്തിലൊരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുക. എല്ലാ കാലത്തും ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളിലൊക്കെ കേരളത്തിലെടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് ഹൈക്കമാൻഡുമായിട്ട് വ്യത്യസ്ത അഭിപ്രായത്തിലുള്ള തീരുമാനങ്ങളും അത് പിന്നീട് പാളിപ്പോവുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ നടക്കുകയാണ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഒരു മതവിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു ഇരട്ടത്താപ്പ് നയമാണെന്ന് ഈ ഘട്ടത്തിൽ തന്നെ മറനീക്കി പുറത്തു വരികയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലേക്ക് ഇത്തരത്തിൽ അവർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയം, പക്ഷേ അത് ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന സമയത്ത് അതൊരുപക്ഷെ ഈ അനുകൂല അല്ലെങ്കിൽ അവരിലേക്ക് ഈ ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്കൊപ്പമുള്ള അനുകൂല നയം സ്വീകരിക്കുകയും അത് കേരളത്തിൽ മറച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം BJP പ്രതിനിധികൾ അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ഉൾപ്പെടെ നൽകിയ പ്രതികരണത്തിൽ അത് അവർ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ഇടങ്ങളിൽ എന്തൊക്കെ നിലപാടാണ് ഇത്തരത്തിലുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള ടറഫിംഗ് കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന പ്രദേശങ്ങളിലും കോൺഗ്രസ് MP-മാർ ഉൾപ്പെടെയും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയും എങ്ങനെയാണ് ഇതിലെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിലെത്തുമ്പോൾ അത് വ്യത്യസ്തമാകുന്നു. കേരളത്തിലെത്തുമ്പോൾ മാത്രം അത് വൈകാരിക സംഭവമായി മാറ്റിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിൻ്റെ ഉൾത്തട്ടിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അടിത്തട്ടിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് കന്യാസ്ത്രീമാരുടെ വേഷം തന്നെ ഒരു പ്രചരണ ആയുധമാക്കി എടുത്തുകൊണ്ട് അത് ആ രീതിയിൽ വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും ഒരുപക്ഷേ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം നമുക്കറിയാം, ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചിത്രം പുറത്തു വരുന്നത്. കാരണം 2021-ലും 2019-ലും ഒക്കെ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അത്തരത്തിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്ന പോലെ ഒരുപക്ഷെ ആ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ അവരുടെ വസ്ത്രം, ആ കന്യാസ്ത്രീമാരുടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലേക്കാണ്. അവരുടെ ഇരട്ടത്താപ്പ് മറനീക്കി പുറത്തു വരുന്നു. ഛത്തീസ്ഗഡ് കോൺഗ്രസിന് ഒരു അഭിപ്രായം, AICCക്ക് ഒരു അഭിപ്രായം, ഇവിടുത്തെ കോൺഗ്രസിന് മറ്റൊരു അഭിപ്രായം. വ്യാജ പ്രചരണം, വിദ്വേഷ പ്രചരണം നടത്താനാണ് കോൺഗ്രസ് ഇപ്പോഴും ശ്രമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.